അഞ്ജന സുകുമാറിലേക്ക് കൂടി പോവുകയാണ്. അഞ്ജന, പ്രധാന അധ്യാപികയായ അജിതയുടെ വീട്ടിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുന്നു. അഞ്ജന, പൊതുദർശനം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷം വീടുകളിലേക്ക് എത്തിക്കും. ഇപ്പോൾ പ്രധാന അധ്യാപികയായിരുന്ന അജിതയുടെ വീട്ടിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? പറയൂ. പാലൂരിലുള്ള അജിത ടീച്ചറുടെ വീടിന് മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തെ പാങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ടീച്ചറുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക. ഏതാണ്ട് ഒരു 4 മണി വരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ടീച്ചർക്ക് 2 മക്കളാണുള്ളത്, അഭിരാമിയും അവന്തികയും. അവർ രണ്ടുപേരും പഠിക്കുകയാണ്. അഭിരാമി കാൺപൂർ IIT-യിലാണ്. വിവരം അറിഞ്ഞ് അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടേ ഉള്ളൂ. 12:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. പിന്നീട് ഒരു 4 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തും. അഭിരാമിയിൽ കൂടി എത്തിയതിനു ശേഷം ഷൊർണൂർ ശാന്തിതീരത്തേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും സംസ്കാരം നടക്കുക എന്നുള്ളതാണ് വീട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. അവന്തിക പഠിക്കുന്നത് ആയുർവേദ കോളേജിലാണ്. ഇന്ന് 3ാം വർഷ വിദ്യാർത്ഥി കൂടിയാണ്. ഇന്ന് പരീക്ഷ എഴുതുകയാണ്. അവന്തിക ഇതുവരെയും ഈ ദുഃഖവാർത്ത അറിയിച്ചിട്ടില്ല വീട്ടുകാർ. അറിയിച്ചത് പരീക്ഷയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് മൊബൈൽ ഉൾപ്പെടെ മാറ്റിവെച്ചിരിക്കുകയാണ് അവന്തികയുടെ. അപ്പോൾ പരീക്ഷയ്ക്ക് ശേഷം അവന്തികയെ വിവരം അറിയിച്ചതിന് ശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥലത്തെ മെമ്പർ കൂടെ ചേരുന്നുണ്ട്. കുറേ കാലമായി പരിചയമുള്ള ഒരാളാണ്. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അജിത ടീച്ചർ ഇന്നലെ പുലർച്ചെയാണ് ഇങ്ങനെ ടൂർ പോയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ടൊരു 5:30 കൂടിയിട്ട് വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ദുഃഖകരമായ വാർത്തയാണ് ലഭിച്ചിട്ടുള്ളത്. ആ കുടുംബവുമായി വലിയ അടുപ്പം വാർഡ് മെമ്പർ നിലയിൽ വളരെ സങ്കടമുണ്ട്. അതുപോലെ തന്നെ ഏതൊരാവശ്യത്തിനും എപ്പോഴും അജിത ടീച്ചർ വിളിച്ച് ബന്ധപ്പെടുമായിരുന്നു. എല്ലാവരോടും വളരെ ചിരിച്ച് വളരെ സൗഹാർദ്ദമായ രീതിയിലാണ് ടീച്ചർ ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. ടീച്ചറുടെയും കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ വളരെ സങ്കടം